റെഡിയാണ്, ക്യാമറ റെഡിയാണ്. ഹായ് ഗൈസ്, മൊയ്തു ആണ്, നിങ്ങളുടെ പ്രിയപ്പെട്ട മൊയ്തു യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ തന്ന പ്രോത്സാഹനം, നിങ്ങൾ തന്ന ലൈക്ക്, കമന്റ്, ഷെയർ എല്ലാം അടിപൊളിയായിരുന്നു. അതുപോലെ ഇന്ന് ഞങ്ങൾ വ്യത്യസ്തമായ ഒരു കാര്യം ഇവിടെ ചെയ്യാൻ പോവാണ്. നമ്മുടെ ചാനലിലൂടെ ഒരു പ്രാങ്കാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു മദ്യക്കുപ്പിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും, പക്ഷെ മദ്യക്കുപ്പി അല്ല. ഇതിനകത്ത് കട്ടൻ കാപ്പിയാണ്, പക്ഷെ മദ്യക്കുപ്പിയാണ് നമുക്ക് തോന്നും. ഈ മദ്യക്കുപ്പി വെച്ചിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മദ്യാസക്തി എത്രയുണ്ടെന്ന് ഞങ്ങളൊന്ന് പരീക്ഷിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളൂ, ഈ മദ്യക്കുപ്പി ഞാൻ ഈ റോട്ടിൽ വെക്കും, എന്നിട്ട് ഞങ്ങൾ ക്യാമറയുമായിട്ട് ഞങ്ങൾ മറഞ്ഞിരിക്കും. ഈ റോട്ടിലൂടെ നടന്നു വരെ എത്ര പേർ ഈ കുപ്പിയോട് ആസക്തി കാണിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളും പൊള്ളിക്കും കേട്ടാ. അത് പൊളിക്കൂ. 1 മില്യൺ ഉറപ്പ്. 1 മില്യൺ പോരാ, 1 മില്യൺ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഇട്ടിരിക്കണ്. ഇത് അതിന് മേലെ പിടിക്കണം നമ്മൾ. കള്ളൂരിക്കാത്ത യൂത്തനോ, എന്തൊരു കഷ്ടത്. അയാളെ കണ്ടിട്ട് ഒരു വെള്ളടിക്കാരന്റെ ലുക്ക് ഉണ്ട്. അയാൾ എടുക്കും, ഉണ്ടല്ലോ. അതും കുഴപ്പമില്ലെന്ന്. എന്ത് മനുഷ്യനാണ് ഇയാള്. എന്നാലൊരു കുപ്പി ഇടന്നിട്ട് ആർക്കും വേണ്ടേ കേരളത്തിൽ? എന്തുപേർക്ക് കള്ള് വേണ്ടേ? സുഹൃത്തുക്കളെ, രണ്ടാമത്തെ ആളും മദ്യത്തിന്റെ കുപ്പി കാലുകൊണ്ട് തട്ടി മാറ്റിയ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നുകിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മദ്യത്തിനോടുള്ള ആസക്തി കുറഞ്ഞു, അതല്ലെങ്കിൽ ഈ ബ്രാൻഡ് അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് അനുമാനിക്കാനുള്ളത്. എന്തായാലും അടുത്ത ആൾക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും കാത്തിരിപ്പ് തുടരുന്നു. ഒരാൾ വരണ്ടേ? അയാൾ പിടിക്കും, നോക്കിക്കോ. അയാളെ കണ്ടിട്ട് ഒരു എക്സ് മിലിറ്ററി പോലെ ഉണ്ട്. റിവേഴ്സ് അടിക്കണം. ഒന്നല്ല, 2 മില്യൺ ഉറപ്പാണ്. എന്താ കള്ള ലക്ഷണം നോക്ക മാത്രം. വാങ്ങും നോക്ക്, പരസ്യം നോക്ക്. അതെ, ഞാൻ വരുന്നുണ്ട്. അതിന് കോള് വന്നില്ലല്ലോ. എന്ത് സാധനം നിങ്ങൾ റോട്ടിൽ എടുത്തില്ലേ കുപ്പി? എന്ത് കുപ്പി? ഞാൻ ബീവറേജ് സാധനം മനുഷ്യ കിട്ടുന്ന നടു റോട്ടിലാ ബീവറേജ്. ഒട്ടുംപൊളി ഒഴിവാക്കിട്ടോ. അത് ഞാൻ വെച്ചാ റോട്ടുമല്. ഞാൻ വെച്ചാന്ന് ഇരക്കെടുത്തൂടെ? കിട്ടിയാ നീ വെച്ചൊന്നുമല്ല. ഇത് കേക്ക്, ഇത് പ്രാങ്കാണ്. എന്ത് പ്രാന്ത്? പ്രാന്തല്ല, പ്രാങ്ക്. ഈ ഷൂട്ട് ഞങ്ങള് കാട്ടിലുള്ളതേ, ഈ മദ്യക്കുപ്പി ആരെടുക്കുന്നു നോക്കുക. ഞങ്ങളുടെ കളിയാണിത്. കളിയും കൊണ്ട് ഞങ്ങൾക്ക് കുറെ അറിയാം. അല്ല, കാര്യമായിട്ട് പറയാണ്. നിങ്ങളത് ബീവറേജ് മേടിച്ചാ അതിന്റെ ബില്ലടിക്കും.
ബില്ലില്ല, ഞാൻ വേറെ ആളോട് മേടിക്കാൻ പറ്റില്ല. ഓൻ മനുഷ്യന്നാന്ന് എന്റെ ബില്ല് നിങ്ങളെ പള്ളർച്ച് പൈസ ഉണ്ടല്ലോ കേക്ക് പൊട്ടുമ്പളേ സാധനം അടിക്കുക. ഒരു കാര്യം പറഞ്ഞുതരാ, അത് മദ്യല്ല, കട്ടൻ കാപ്പിയാ. അതാണ് വെച്ചേ. എനിക്ക് കട്ടൻ കാപ്പി ഇഷ്ടമാണ്. കട്ടൻ കാപ്പിയാണോ അത്? എനിക്ക് കട്ടൻ കാപ്പി ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഇനി ഷൂട്ട് ചെയ്യണം. ഇത് കിട്ടിയത് നിനക്ക് തരൂല. മനുഷ്യനെ എന്താ ഒരു പണി. എന്തൊക്കെയാണ് പേര്? എവിടെയൊക്കെ അന്വേഷിച്ചു ബ്രോ ഇത്? അതെ, ഒരു ഹെൽപ്പ് ചെയ്യണമല്ല. എന്തുറ്റി? ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടേ. പക്ഷെ ഒരു റീച്ചും ഇല്ലാണ്ട് വർക്കൗട്ട് ആവുന്നില്ല. എന്താ വീഡിയോ എന്താ ചെയ്യണപ്പോ? വീഡിയോ നമ്മൾ ട്രാവൽ ബ്ലോഗ് ചെയ്ത് ഫുഡിന്റെ ചെയ്ത് 4 കൊല്ലം മുമ്പ് ഞങ്ങൾ ചെയ്ത സാധനം അതുകൊണ്ടൊന്നും കാര്യമില്ല. ആൾക്കാരല്ലേ, അച്ഛന്റെ പേര് കൊണ്ട് കളയരുത്. ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം. അതെ, എന്റെ ക്രിയേറ്റീവ് ഹെഡ് ഇതാണ് ഉണ്ണി. പക്ഷെ പുള്ളി പറഞ്ഞു തന്നെ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവണില്ല, ഒക്കെ ചീറ്റി പോണേന്ന്. പുതിയ ഐഡിയ വല്ലതും ഉണ്ടോ? 3 പറഞ്ഞ് ചീറ്റ് ചെയ്ത് നോക്കണ്ട. ഇപ്പൊ നമ്മളൊന്ന് ചെയ്യാനാ പോകുന്നത്. എന്താ സത്യമാഷി, ഇവന്റെ അച്ഛൻ കിടക്കുന്ന കിടക്കേന്റെ അടിയിൽ ഒരു കരിമൂർക്കനെ കൊണ്ടിടാം. അപ്പൊ അച്ഛൻ രാത്രി ഇങ്ങനെ നോക്കുമ്പോ ഇത് സാധനം എണീച്ചിരിക്കുമ്പോ അച്ഛൻ എണീച്ചിരിക്കും. 2 വീഡിയോയിലൊക്കെ പറഞ്ഞാൽ വൈറലാവുമല്ലോ. അത് നടക്കൂല, നീ ഒന്നും എന്താ പാമ്പ് കൊത്തി കഴിഞ്ഞാൽ അച്ഛൻ തീർന്നു പോലടോ. പക്ഷെ സാധനം വൈറലാവല്ലോ. അത് ശരി, അച്ഛൻ തീർന്നിട്ട് സാധനം വൈറലായിട്ട് എന്ത്? അത് നോക്കണ്ട. എനിക്കേ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു, എനിക്ക് രക്ഷപ്പെടണം. യൂട്യൂബറിലായിട്ട് എനിക്ക് രക്ഷപ്പെടണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പാട്ട് പാടൂ? പാട്ട് പാടൂല. ഡാൻസോ? ഡാൻസ്. മിമിക്രി ഉണ്ടോ? മിമിക്രി അറിഞ്ഞൂടാ. അഭിനയം എന്തെങ്കിലും? അഭിനയം അങ്ങോട്ട് വരുന്നില്ല. ഒന്നുമില്ല. ഇപ്പൊ ചുരുക്കി പറഞ്ഞാ എനിക്കിപ്പോ യാതൊരു കഴിവുമില്ല, യൂട്യൂബിൽ രക്ഷപ്പെടുകയും വേണം. അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് ഐഫോൺ ഉണ്ട്. ഐഫോൺ ഇപ്പൊ ഒരു കഴിവല്ലല്ലോ. അല്ല, ഇത് വെച്ച് രക്ഷപ്പെടാനല്ലോ. ഏകദേശം ഈ ഞാനും ഒരേ റൂട്ടാ. എനിക്കും യാതൊരു കഴിവില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ ഭയങ്കര റീച്ചാ. നമ്മള് പ്രാങ്ക് കൊണ്ട് രക്ഷപ്പെട്ടല്ലേ. ഓർപ്പടില്ലേ ആര്? പ്രാങ്കൻ. എന്തിനാണ് ഇതിനൊക്കെ നമ്മളെ ലാസ്റ്റ് പ്രാങ്കിന് എത്രയാടാ വ്യൂവേഴ്സ്? 1.5 മില്യൺ. കണ്ടാ മദ്യക്കുപ്പിടുത്ത് ഓടി കളവായി. അപ്പൊ ഞാൻ വന്ന പ്രാങ്ക് ചെയ്യാം. പ്രാങ്ക് ചെയ്യണ്ട, അത് ഞങ്ങൾ ചെയ്യണ്ടല്ലോ. അനക്ക് ഞാൻ വേറെ ഐഡിയ പറഞ്ഞുതരാ. അതെ, ഇപ്പൊ രക്ഷപ്പെടണമെങ്കിൽ കുറച്ച് മസാല ചേർക്കാം. ചിക്കൻ മസാല. ചിക്കൻ മസാല അല്ല ചെങ്ങായി. അനക്ക് എന്തേലും ഇതിനു മുമ്പ് പണി? ഡ്രൈവർ. എന്തിന്റെ? JCB. വെറുതെ അല്ല. അതെ, ഞാൻ പറഞ്ഞതേ ഇക്കിളിപ്പെടുത്തുക. ഞാൻ എത്ര ഇക്കിടിയാലും ഇവനെ എടുപ്പിടൂല. ഇതൊന്നും മിണ്ടാണ്ടൊക്കെ പ്രേക്ഷകർ ഇക്കിളിപ്പെടുത്തുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുക. എങ്ങനെ സംഭവം മനസ്സിലായോ? ഇല്ല. ആൾക്കാർക്ക് ചെറിയൊരു ഇക്കിലേക്ക് വരുത്തുള്ള. എന്ത് പ്രശ്നം? വീഡിയോ കാണിക്കണ്ടല്ലോ. പുതിയ ട്രെൻഡാണ്. നിങ്ങൾക്ക് അത് ചെയ്യാൻ ഇഷ്ടമാണോ? നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഞങ്ങളെ പുതിയ ഡയലോഗ്, പബ്ലിക് റിവ്യൂ. കുറച്ച് ചെക്കന്മാരെടുത്ത് പോയിട്ട് ഓരോ കുറച്ച് ഒപ്പീനിയൻ ചോദിക്കുക, പെൺകുട്ടികളുടെ അടുത്ത് പോയി ചോദിക്കുക. അപ്പൊ ഓരോ മറുപടി കേൾക്കാൻ ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പറയണം. അതന്നെ, ഇതങ്ങോട്ട് വൈറലാവും. പബ്ലിക് റിവ്യൂ എത്ര പേര് എടുക്കുന്നുണ്ട്? അപ്പൊ പബ്ലിക് റിവ്യൂ ആണെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്താൽ ഞാനിപ്പോ ഇതിലേക്ക് കടക്കാൻ നിൽക്കുക. അയ്യോ വേണ്ട, ഞാൻ കടന്ന് ഞാനപ്പോ ഇന്നോട്ട് തുടങ്ങിയാണ്. ഞാൻ ഇക്കിളി പൊളിക്കും. ഓക്കെ. പിന്നെ ഒരു ഉപകാരം ചെയ്യാൻ പറ്റും. എന്താണ്? ഇവനെ നിങ്ങൾ എടുത്തിട്ട് ഇവനെ എനിക്ക് തരാൻ പറ്റും. അയ്യോ, ഇത് നമ്മളെ ചങ്ക് ബ്രോണ് മോനെ. കളില്ല. ചെല്ലേ. ഇപ്പോഴേ കിളിപ്പെടുത്താൻ തുടങ്ങി. അവിടെ നമുക്ക് അടുത്തൊരു കുപ്പി ഏരിയ ഒന്ന് മാറ്റി പിടിക്കാം. ക്രൗഡുള്ള ഏരിയ സെറ്റ് ആക്കല്ലേ? ഹായ് ഗൈസ്, നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും സമൂഹത്തിനും ഉപകാരപ്രദമാവുന്ന ഒരു വിഷയമാണ് അവിഹിത ബന്ധം. അവിഹിത ബന്ധം എങ്ങനെ വിജയകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ അവിഹിത ബന്ധങ്ങൾ മുഴുവൻ വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയുമാണ്. അപ്പോൾ ഇത് ഭാര്യ കാണുമോ ഭർത്താവ് കാണുമോ എന്നൊക്കെ ഉള്ള ഭയമാണ് നമ്മളെ അകാല മരണത്തിലേക്ക് നയിക്കുന്നത്.
അവിഹിത ബന്ധം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. നമുക്ക് 1, 2, 3, 4 ഒക്കെ അവിഹിതങ്ങൾ ചെവി അറിയാതെ തമ്മിൽ ബന്ധപ്പെടാതെ ഇതുവരെ പിടിക്കപ്പെടാതെ വിജയിച്ചവരിൽ പഠനം നടത്തി കണ്ടെത്തിയ വിവരങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പകർന്നു നൽകുന്നത്. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് അവിഹിത ബന്ധം. ഒരു പങ്കാളി മാത്രം ഉള്ളപ്പോൾ നമുക്ക് മടുക്കും, മനുഷ്യനായ മടുക്കും. ആ മടുപ്പ് മാറ്റി എൻജോയ് ചെയ്ത് ജീവിക്കുന്നതിന് വേണ്ടി അതിബുദ്ധിയും സാമർഥ്യവും നൈപുണ്യവും ഒക്കെ വേണ്ടുന്ന ഒരു കാര്യമാണ് അവിഹിത ബന്ധം. ഈ ഞാൻ പറയുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുത്ത് നിങ്ങൾ അത് ജീവിതത്തിൽ പകർത്തി നല്ല അവിഹിത ബന്ധങ്ങളിലൂടെ പല കുടുംബങ്ങളും തകർത്ത് മാനസികമായി ചിരിച്ചുകൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കാത്ത വിധത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നേടി ജീവിക്കാൻ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം, ക്രേസി പ്യാരി യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ മനോഹരമായ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ യുവജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു? ഇതിന് കേരളം ചുരുക്കുന്നത് ഇന്ത്യ ആയിക്കോട്ടെ. ഇന്ത്യയിലെ യുവജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു? ഈ സമൂഹം എന്താണ് ചർച്ച ചെയ്യുന്നത്? അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുകയാണ്. അതെ, ഒരു ചേട്ടൻ പറഞ്ഞിട്ട് നമുക്ക് അയാളോട് ചോദിക്കാം. പേരെന്താണ്? ബാപ്പു. നല്ല അസല് പേര്. അപ്പൊ ബാപ്പുവിനോടാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. പ്യാരി ക്രേസി യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് താല്പര്യമുള്ള, നമുക്ക് ഇഷ്ടമുള്ള സ്ത്രീകളെ കണ്ടാൽ ചേട്ടൻ ആദ്യം എങ്ങോട്ടായിരിക്കും നോക്കുന്നത്? അതെ, പറഞ്ഞോളൂ, മനസ്സോർന്ന് പറഞ്ഞോളൂ. അയ്യോ അല്ല, നമ്മൾ എവിടെ നോക്കും അതാണ് പറയേണ്ടത്. നമ്മൾ എവിടെയാണ് ആദ്യം? ചേട്ടന്റെ കള്ളച്ചിരി കണ്ടോ? ചേട്ടനെ അറിയാം, അതാണ് നമുക്ക് വേണ്ടത്. പറയൂ. മറുപടി ഉണ്ട്, മുഖത്തുണ്ട് മറുപടി. ചേട്ടൻ പറയൂ, കാണട്ടെ. ആ ചേട്ടന് നാണമുണ്ട്. ചേട്ടനെ പറയിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങുള്ളൂ. നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം. നമ്മുടെ രസകരമായ ചോദ്യത്തിന് ഉത്തരം കിട്ടാതിരിക്കില്ല. ഇവിടെ ഒരു ചുള്ളം പയ്യൻ ഇളനീരക്കടിച്ച് ചില്ല് ചെയ്ത് നിൽപ്പുണ്ട്. നമുക്ക് ചോദിക്കാം. നമസ്കാരം, ഞങ്ങളൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ഞങ്ങളൊരു ചോദ്യം ചോദിക്കും, താങ്കൾ സത്യസന്ധമായിട്ടുള്ള മറുപടി പറയണം. എന്താണ് പേര്? മോഹൻ. അപ്പോൾ എന്താണ് നമ്മുടെ യുവജനങ്ങളുടെ മനസ്സിൽ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ എതിരെ ഒരു സ്ത്രീ വരുന്നു, ഒരു പെണ്ണ് വരുന്നു, കാണാൻ സുന്ദരിയായ ഒരു പെണ്ണ് വരുന്നു. മോഹൻ ആദ്യം അവരെവിടെയാണ് നോക്കുന്നത്? പറയൂ, നാണിക്കണ്ട. അത് തന്നെ. അത് പറ. മോഹൻ പറയുന്നുണ്ട്. എവിടെ? മുടി. അതല്ല ചോദിച്ചത്. നമ്മൾ സുന്ദരിയായ അതവിടെ വെക്കാതെ ഒരു സ്ത്രീ വരുമ്പോ നമ്മൾ എവിടെയായിരിക്കും ആദ്യത്തെ നമ്മുടെ നോട്ടം? എവിടെയായിരിക്കും അത് പറയൂ. നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, അത് ജനം അറിയട്ടെ. പറയൂ. ആണിന്റെ കണ്ണിൽ അതെ, ഒരു ചേച്ചി പോകുന്നുണ്ട്. ചേച്ചിയോട് ചോദിക്കാം. ഹലോ ചേച്ചി, ഒന്ന് നിൽക്കും. ഇത് ക്രേസി പ്യാരി യൂട്യൂബ് ചാനലിൽ നിന്നുമാണ് വരുന്നത്. ചേച്ചിയോട് ഒരു ചോദ്യം ചോദിക്കും. അപ്പൊ ചേച്ചി സത്യസന്ധമായി അതിന് മറുപടി പറയണം. ചേച്ചിയോട് ചോദിക്കാനുള്ള ചോദ്യം, നമ്മൾ ഒരു പുരുഷനെ കണ്ടാൽ ചേച്ചി അയാളുടെ എവിടെയായിരിക്കും ആദ്യം നോക്കുന്നത്? പറയൂ. പറഞ്ഞിട്ട് പോവും. ചേച്ചിക്ക് അറിയാം അത്. ഹലോ പറയൂ ചേച്ചി. ഇല്ലേ, ഒരു ആളെ കണ്ട ചേച്ചി എവിടെ നോക്കൂ, അത് പറഞ്ഞാ മതി. പറയൂ. ചേച്ചി മിണ്ടുന്നില്ല. നമുക്ക് പറയിപ്പിക്കാൻ നോക്കാം. ഓ ചേച്ചി അവിടേക്ക്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, യൂട്യൂബിൽ മരമായും ഫുള്ളായിട്ട് കാണാനുള്ള ഒരു അവസരം ഇല്ലല്ലോ, എങ്ങനെയാണ് നിയാസെ അത് ഒന്ന് ഫുള്ളായിട്ട് കാണാനുള്ളത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇനി മുതൽ മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മരമായം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ എപ്പിസോഡുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇനി ഇങ്ങനെ ഒരു സംശയം വേണ്ട, മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ.